സമരത്തെ സംബന്ധിച്ച് എന്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വീകരിക്കണം? അല്ല, കർഷക സമരത്തിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പല വിവരങ്ങളും സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ സമരത്തിൽ പങ്കാളികളാക്കി എന്നുള്ള ഇതിനുള്ള നിരവധി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അതിൻ്റെ ഭാഗമായിട്ട് കർഷകർ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ സമരത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വിവരങ്ങൾ. ആ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇന്ത്യയിൽ ഈ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടക്കമുള്ള ആ ആസൂത്രണം മുന്നോട്ട് വെക്കുമ്പോൾ വാസ്തവത്തിൽ ഈ സമരം ഇന്ത്യക്കകത്തു നിന്ന് നേതൃത്വം നൽകപ്പെടുന്നതാണോ അതോ അന്താരാഷ്ട്ര തലത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ദൗർഭാഗ്യകരം എന്ന് പറയാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതേ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് ശബരിമല അവർ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ നിയമം നിർമ്മിക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം. കാരണം ഇപ്പോൾ ഈ ചർച്ച രണ്ടാമത് തുടങ്ങിയത് കോൺഗ്രസ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ യാത്രക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം. കാരണം അതിനപ്പുറത്ത് ഇതിന് പ്രാധാന്യം ഞാൻ കാണാത്തതിൻ്റെ കാര്യം, കോൺഗ്രസിൽ ഈ KPCCക്ക് തീരുമാനിക്കാനുള്ള അധികാരമൊന്നുമില്ല. കാരണം അവർ തീരുമാനിക്കുന്നത് മുഴുവൻ അവിടെ മുകളിൽ നെഹ്റു കുടുംബം തീരുമാനിക്കുന്നത് നടപ്പിലാക്കാനുള്ള അധികാരമേ KPCCക്കുള്ളൂ. ശബരിമല സമരം നടന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള ചില UDF MP മാർ ഒരു ദിവസം ഉച്ചയ്ക്ക് കറുത്ത റിബണും കെട്ടിയിട്ട് വന്നു. പക്ഷേ സഭക്കകത്ത് കയറുന്നതിന് മുമ്പേ അതൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. അതൊക്കെ അവർ ഒരു മുറുമുറുപ്പും ഇല്ലാതെ അത് അഴിച്ചു വെച്ചിട്ട് അകത്ത് കയറി. ഈ ശബരിമല സമരം നടക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാത്തവർ എത്ര കേസുണ്ട്? കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് അവർ സമരം ചെയ്തിരുന്നെങ്കിൽ ഒരു കേസെങ്കിലും വരണ്ടേ? അവരാകെ ചെയ്തത് കുറച്ചുപേര് നിലയ്ക്കൽ ചെന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു. പോലീസുകാർക്ക് അറിയാമായിരുന്നു അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ 4 മുദ്രാവാക്യം വിളിച്ച് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. അവർ മുദ്രാവാക്യം വിളിച്ച് തിരിച്ചുപോയി. അപ്പോൾ അവർക്ക് ശബരിമലയോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും എത്രയുണ്ട് എന്ന് കേരളത്തിലെ വിശ്വാസി സമൂഹം കണ്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇത് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൽക്കാലത്തേക്കുള്ള ഒരു പ്രചരണ സാമഗ്രി എന്നുള്ളതിനപ്പുറത്ത് ഈ പറഞ്ഞ പുറത്തിറക്കിയിട്ടുള്ള രേഖയ്ക്ക് ഒരു പ്രാധാന്യവും കേരളത്തിലെ ജനങ്ങൾ കൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വൈരുദ്ധ്യാത്മക മൗലികവാദം എന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ? അല്ല, അത് അദ്ദേഹം പറയേണ്ടിയിരുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് CPM അനുകൂല സംഘടനയുടെ സമ്മേളനത്തിലാണ്. അപ്പോൾ അവിടെ നേരെ പോയിട്ട് കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ പ്രസംഗം തീർക്കാൻ സമ്മതിക്കില്ല. കാരണം ഇത്രയും കാലം കമ്മ്യൂണിസമാണ് ലോകത്തിലെ ജനങ്ങളുടെ മുഴുവൻ മോക്ഷത്തിനുള്ള മാർഗം എന്ന് പറഞ്ഞ് ആളുകളെ സംഘടിപ്പിച്ച് സമ്മേളനത്തിന് കൊണ്ടുവന്നതിന് ശേഷം ഇത്രയും കാലം പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ആളെ പ്രസംഗം തീർക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അദ്ദേഹം കാലഹരണപ്പെട്ടു എന്നുള്ളത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാത്രമാക്കിയിട്ട് പറഞ്ഞു. കമ്മ്യൂണിസത്തിൻ്റെ സാമ്പത്തിക രീതിശാസ്ത്രം, കമ്മ്യൂണിസത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ധാരണ, കമ്മ്യൂണിസത്തിൻ്റെ ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ, ഇതെല്ലാം തെറ്റാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും ജീവിക്കുന്നത് സ്റ്റാലിനിസ്റ്റ് യുഗത്തിലാണ്. റഷ്യയും ചൈനയും ഈ ഗവൺമെൻറ് ഓൺഡ് എൻ്റർപ്രൈസ്, ഭരണകൂടത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം, സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസ് എന്നുള്ള സാഹചര്യം
ആ ഒരു സ്ഥിതി തള്ളിക്കളഞ്ഞു. അതാണല്ലോ പെരിസ്ട്രോയിക്ക, അതാണ് ചൈനയിൽ സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ആലിബാബയെ പോലെയുള്ള ആഗോള കുത്തകകൾ ചൈനക്കാരുടെ ഉടമസ്ഥതയിൽ വരുന്നത്. അപ്പൊ ചൈനയിൽ കുത്തക മുതലാളിമാർ എങ്ങനെയുണ്ടായി? ചൈനയിൽ കുത്തക മുതലാളിമാരുണ്ടാകുന്നത് ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ചൈന, ആ കമ്മ്യൂണിസം ചൈനയിൽ അവർ ഉപേക്ഷിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും, പക്ഷെ കമ്മ്യൂണിസം ഇല്ല ചൈനയിൽ. അതുകൊണ്ട് ആലിബാബയാണെങ്കിലും ടെൻസെങ് ആണെങ്കിലും അതുപോലെയുള്ള ബൈദു ആണെങ്കിലും ഇതൊക്കെ ഇതുപോലെയുള്ള പല കമ്പനികൾ ചൈനയിൽ നിന്ന് കുത്തക കമ്പനികൾ ഉയർന്നു വരുന്നുണ്ട്. ചൈനയിലെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിച്ചു. എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അതുപോലെ പുരോഗതിക്ക് പ്രാപിക്കരുത്. ചൈന പുരോഗതിയിലേക്ക് നീങ്ങിയത് കമ്മ്യൂണിസം ഉപേക്ഷിച്ചതിന് ശേഷമാണ്. അത് ഈ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അത് അതേപടി പച്ചയായിട്ട് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു വൈരുദ്ധ്യാത്മക ഭൗതികവാദം കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് കമ്മ്യൂണിസം കാലഹരണപ്പെട്ടതാണ്. കേരളത്തിലും ഇന്ത്യയിലും എന്നല്ല, ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ പോലെ ഇന്ത്യയും അത് ഉപേക്ഷിക്കേണ്ട സമയമായി. CPM ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റിയാണെന്ന് കരുതുന്നത് ഈ മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് അതിനുശേഷം MV ഗോവിന്ദന്റെ ഈ പ്രസ്താവനയൊക്കെ അങ്ങനെ ചേർത്ത് വായിക്കുന്നത്. CPM നിലപാടൊന്നും മാറ്റുന്നില്ല. CPM ഓരോ ഘട്ടത്തിൽ ഓരോന്നാണ് പറയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്ന് പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്ന് പറയും. ഇപ്പോൾ വനിതാ മതിലും നവോത്ഥാന മതിലും ഒക്കെ പറഞ്ഞ ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി, വീണ്ടും മാറി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടല്ല, വോട്ട് ബാങ്ക് കണ്ടിട്ടുള്ള നിലപാടാണ്. അപ്പൊ അതുകൊണ്ട് വോട്ടുകൾ കണ്ടുകൊണ്ടുള്ള നിലപാട്, തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള നിലപാട്, ആ നിലപാട് എടുക്കുന്ന ആൾക്കാർ ഓരോ സാഹചര്യത്തിൽ 3 മാസം കൂടുമ്പോൾ പറയും. അതിനവരെന്നിട്ടൊരു പേരിടും, എന്താ? അടവ് നയം. ലീഗുമായിട്ട് ധാരണയുണ്ടാക്കുന്നതിനെ അവർ പറഞ്ഞതിൽ അടവ് നയമാണ്. ഒരു വശത്ത് പറയുക മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന്, മറുവശത്ത് അവരുമായിട്ട് ധാരണയുണ്ടാക്കിയിട്ട് പറയുക അത് അടവ് നയമാണ്. പക്ഷെ കോൺഗ്രസ് പറയുന്നത് അവര് യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് ആദ്യം അവര് ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റ് അത് LDF സർക്കാർ വരുമ്പോൾ വന്നതിന് ശേഷം തിരുത്തി, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അത് വീണ്ടും തിരുത്തിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സ്റ്റാൻഡ് അവർ ലീഗലി മൂവ് ചെയ്തതാണ് അവർ പറഞ്ഞത്. അല്ല, അവർ ലീഗലി മൂവ് ചെയ്തൊക്കെ ശരി തന്നെ, പക്ഷെ വിശ്വാസികളോടുള്ളവരുടെ പ്രതിബദ്ധത എവിടെ കണ്ടു? വിശ്വാസികളോട് അവരെന്തുകൊണ്ട് പ്രതിബദ്ധത കാണിച്ചില്ല? ഈ നാട്ടിലെ ജനങ്ങളെ നേരത്തെ നിയമപരമായി തന്നെ നേരിട്ടത് UDF ആണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ വിശദീകരിക്കുന്നത്. അല്ലല്ല, നിയമപരമായിട്ട് നേരിട്ടത് ഒരു വശത്ത് നിൽക്കട്ടെ, സമരം നടന്നപ്പോൾ എന്ത് നിലപാടെടുത്തു എന്നാണ് എന്റെ ചോദ്യം. പക്ഷെ ലീഗലി ചെയ്യുന്നതിനല്ലേ ലീഗലി ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ലീഗലി ചെയ്യുന്നതിന് ലീഗലി തീരുമാനം ഉണ്ടാവണം. പക്ഷേ ഒരു എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും എന്തിനാ സമരം ചെയ്യുന്നത്? അടുത്ത ഗവൺമെന്റ് വരാൻ വേണ്ടി കാത്തിരുന്ന പോലെ 5 കൊല്ലം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലക്കാലം CPM സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യണ്ടല്ലോ. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം എത്രത്തോളം പ്രായോഗികമാണ്? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു കോടതിയുടെ മുമ്പാകെയുള്ള വിഷയത്തിൽ കേരള ഗവൺമെന്റിന് ഒരു നിയമം പാസ്സാക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള കാര്യം അത് നിയമവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറയേണ്ട കാര്യമാണ്. ഞാൻ അത്ര വലിയൊരു നിയമവിദഗ്ധനല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ വേണമെങ്കിൽ പഠിച്ചിട്ട് പറയും. ഈ ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയിരുന്നു വലിയ സംസ്ഥാനത്തുണ്ടായിരുന്നു. വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവർ ഈ വിഷയം കൊണ്ടുവരും. സ്വാഭാവികമായി അവർക്ക് ഈ രാഷ്ട്രീയ ഒരു നേട്ടമുണ്ടാകുന്ന കാര്യത്തിൽ BJP പ്രധാന രാഷ്ട്രീയ ഒരു പ്രചരണ വിഷയമായി ശബരിമലയെ തിരഞ്ഞെടുത്തു. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വോട്ടിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളല്ല. വിശ്വാസികളോടുള്ള പ്രതിബദ്ധത ഞങ്ങൾ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. വിശ്വാസികളോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ, ആ കാര്യത്തിലും ഒരു സംശയമില്ല. അതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ, എന്തൊക്കെ നടപടികൾ വേണോ ആ നടപടികൾ സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്ന് ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും തെളിയിച്ചിട്ടുള്ള സർക്കാരാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു പ്രാവശ്യം വോട്ട് കിട്ടി. എല്ലാ പ്രാവശ്യവും ശബരിമലയുടെ പേരിൽ വോട്ട് കിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയുന്നത് കൊണ്ട് അവർ പുതിയൊരു തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കും. അത് പിന്നെ കേരളത്തിലെ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയും എത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യമാണ്. അതായത് ക്ഷേത്രങ്ങൾ ക്ഷേത്രവിശ്വാസികളെ ഏൽപ്പിക്കുക. അതുകൊണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബോർഡ്, അതാണ് പിരിച്ചുവിടുന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളെ സർക്കാർ ഉടമസ്ഥതയിൽ നിൽക്കുന്നതിന് പകരം അത്
വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. കെ സുധാകരൻ മുഖ്യമന്ത്രിയെ തൊഴിലാളിയുടെ മകനെന്ന് വിളിച്ചത് ഇപ്പൊ തീർത്തു എന്നാണല്ലോ സ്വാഭാവികത ഉള്ളതായി തോന്നുന്നു. അല്ല, അതിനെക്കുറിച്ച് ഈ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് മുഴുവൻ കണ്ടിട്ടില്ല. കാരണം ചെത്ത് തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മുഖ്യമന്ത്രി തന്നെ പടം വെച്ചിട്ടുള്ള ഒരു പരസ്യം ഞങ്ങൾ ഒരാൾക്ക് അവാർഡ് കൊടുക്കുന്നു. അപ്പോൾ അത് തൊഴിലാണോ ജാതിയാണോ എന്നുള്ളതൊക്കെ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നെ എന്താ ഈ നമ്മുടെ AKG സെൻറ്ററിലെ പണ്ഡിതന്മാർ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് അത് തൊഴിലാണോ ജാതിയാണോ എന്നൊന്ന് കൃത്യമായിട്ട് പറയണം. കഴിഞ്ഞാൽ നമുക്ക് മത്സരിക്കാനുണ്ടോ? ആയിട്ടില്ല. പലരും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു വന്നിട്ടുണ്ട്. കഴക്കൂട്ടത്തെ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഏകദേശം പലരും വന്നു. അപ്പോൾ BJP ആരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലയാളികൾ കൂടി കിടക്കുന്നു. ഉത്തരാഖണ്ഡിലെ സ്ഥിതി വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. വാർത്തകൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. അവിടെ സംസ്ഥാനം മുഴുവൻ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു അലർട്ടിലാണുള്ളത്. കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മലയാളികൾ അല്ലാത്തവർ എന്നുള്ള തലത്തിലുള്ള ഒരു ഇപ്പോൾ കണക്കെടുപ്പ് സ്വാഭാവികമായിട്ടും നടത്താൻ സാധിക്കില്ല. കാരണം എവിടെയൊക്കെ ആരൊക്കെ കുടുങ്ങിപ്പോയി എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികൾക്ക് ഒരു തരത്തിലുള്ള വിവേചനവും നേരിടേണ്ടി വരും. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ, എല്ലാവർക്കും ദുരിതാശ്വാസം ഏർപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹായവും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര സർക്കാരും നൽകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ട എല്ലാ സഹായവും മലയാളികളുടെ ഭാഗത്ത് ഏതെങ്കിലും കാര്യത്തിലുള്ള വിവരം കിട്ടുമ്പം സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ആ കാര്യത്തിൽ ഇടപെടും.